നിയോജകമണ്ഡലത്തിൽ കിഫ്ബിയുടെ 2 ഓൺഗോയിങ് പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് കൂത്താട്ടുകുളം ആശുപത്രിയിലെ ഐസൊലേഷൻ സെൻറ്ററും 2 TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്നിലെ പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണവും. ഈ 2 പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗതിയിൽ നിലകൊള്ളുന്നത്. അതിൻ്റെ അകത്ത് ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം അത് ഏകദേശം പൂർത്തിയായി അത് റണ്ണിങ് സ്റ്റേജിലേക്ക് എത്തി. പ്രധാനമായിട്ട് കിഫ്ബിയിലെ വർക്കുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം, പിറവം നിയോജകമണ്ഡലത്തിൽ പിറവം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, ആ സ്കൂളിൻ്റെ നിർമ്മാണം അതിൻ്റെ ഒരു ഭാഗവും കൂടി പൂർത്തിയാക്കിയെടുക്കാനുണ്ട്. അത് ഗവൺമെൻറ്റിലേക്ക് വീണ്ടും അത് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അതിൻ്റെ പൂർണ്ണമായും ആദ്യത്തെ ബ്ലോക്ക് തീർന്നു, പക്ഷേ അതിനോട് അനുബന്ധമായ ബ്ലോക്കും കൂടി പൂർത്തിയാക്കിയെടുക്കാനുണ്ട്. അതിനുള്ള സാങ്ഷൻ ഇതുവരെ ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടില്ല. അത് ഞാൻ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അതിനുവേണ്ടിയുള്ള റിക്വസ്റ്റ് MLA എന്ന നിലയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അത് പൂർത്തിയാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഓൺഗോയിങ് 2 വർക്കുകളും തെറ്റില്ലാത്ത നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ TM ജേക്കബ് ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്ന് അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇപ്പോൾ ആ ഫണ്ട് വളരെ ഫലപ്രദമായ നിലയിൽ നീങ്ങുകയാണ്. അത് തീർച്ചയായിട്ടും അത് പൂർത്തിയാകുമ്പോൾ അത് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ കടന്നു വരാൻ പോവുകയാണ്. കിഫ്ബിയിലെ പ്രധാനപ്പെട്ട 2 പ്രൊജക്റ്റുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് പിറവം പാഴൂര് സ്ട്രെച്ചിൽ ബൈപ്പാസ് നിർമ്മിച്ച് ഒപ്പം തന്നെ എക്സൈസ് കടവ് പാലവും പൂർത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് കിഫ്ബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിട്ട് ഇപ്പോൾ ഞങ്ങൾ ശുപാർശ ചെയ്യാനിരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് പുതിയ ശുപാർശകൾ സ്വീകരിക്കുന്നില്ല, അതാണ് ഒരു പ്രോബ്ലം. എന്നാലും അതിനനുസൃതമായുള്ള ഒരു തീരുമാനം സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനും കൂടിയുള്ളത്. പിന്നീട് ഇവിടെ പൂർത്തിയായ ഒരു റോഡ്, അത് പിറവം മാമല റോഡാണ്. അത് നേരത്തെ പൂർത്തിയായതാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം 3 വർഷം മുമ്പ് ആ റോഡ് കംപ്ലീറ്റ്ലി അത് പൂർത്തിയായി സഞ്ചാരയോഗ്യമാക്കുവാൻ കഴിഞ്ഞിരുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.